നമസ്തേ, രാധേ കൃഷ്ണ. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് നമ്മുടെ ജഗന്നാഥ് പുരിയിലെ രഥയാത്രയെ കുറിച്ചാണ്. ഈ രഥയാത്രയെ കുറിച്ച് പറയുന്നതിനേക്കാൾ മുമ്പ് നമ്മുടെ ജഗന്നാഥ് പുരി അമ്പലം എങ്ങനെ ഉണ്ടായി എന്നുള്ളത് നമുക്ക് അറിയാം. പണ്ട് മാൽവ ദേശത്തിലെ എന്ന് വെച്ചാൽ ഇന്നത്തെ മധ്യപ്രദേശിലെ രാജാവായിരുന്ന ഇന്ദ്രദ്യുമ്നൻ തൻ്റെ പണ്ഡിതന്മാരെ വിളിച്ചിട്ട് മോക്ഷമാർഗത്തിലേക്കുള്ള വഴി എന്താണെന്ന് അന്വേഷിച്ചു. അപ്പോൾ അതിലുള്ള ഒരു പണ്ഡിതൻ പറഞ്ഞു, ഇവിടെ നിന്ന് കുറച്ചകലെ നീലാചൽ പർവ്വതത്തിന് മുകളിൽ രോഹിണി കുണ്ട് ഉണ്ട്. അതിൽ സ്നാനം ചെയ്ത് നീൽമാധവനെ പ്രാർത്ഥിക്കുന്ന എല്ലാവർക്കും മോക്ഷം കിട്ടും എന്ന് പറഞ്ഞു. അപ്പോൾ ഇന്ദ്രദ്യുമ്നൻ തൻ്റെ അനിയനായ വിദ്യാപതിനെ അങ്ങോട്ട് അയച്ചു, കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ട്. വിദ്യാപതി കാട്ടിലൂടെയൊക്കെ സഞ്ചരിച്ച് അവിടെ എത്തിയപ്പോൾ അവിടെയുള്ള കുറച്ച് ആൾക്കാരെ കണ്ടു. അവരാണെങ്കിൽ ഈ നീൽമാധവനെ ഭയങ്കര രഹസ്യമായിട്ടാണ് സൂക്ഷിച്ചു വെച്ചിട്ടുള്ളത്. അതിൻ്റെ കാര്യം ആർക്കും അറിയില്ലായിരുന്നു. അവരുടെ മുഖ്യനായ വിശ്വാവസു എന്ന ഒരാളുണ്ടായിരുന്നു. വിദ്യാപതിക്ക് എല്ലാ രഹസ്യങ്ങളും അറിയാൻ വേണ്ടിയിട്ട് വിശ്വാവസിൻ്റെ മകളായ ലളിതയെ വിവാഹം കഴിച്ചു. എന്നിട്ട് ഒരിക്കൽ വിദ്യാപതി നീൽമാധവനെ കാണണം എന്നുള്ള ആഗ്രഹം വിശ്വാസിനോട് പറഞ്ഞു. പക്ഷെ നീൽമാധവനെ ഒരു രഹസ്യമായ സ്ഥലത്തായിരുന്നു ഇവർ വെച്ചിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് വിശ്വാവസു വിദ്യാപതിൻ്റെ കണ്ണുകൾ മൂടിക്കെട്ടിയിട്ടാണ് ആ സ്ഥലത്തോട്ട് കൊണ്ടുപോയത്. പക്ഷേ ഈ സ്ഥലം തിരിച്ചറിയാൻ വേണ്ടിയിട്ട് വിദ്യാപതി എന്താ ചെയ്തതെന്ന് വെച്ചാൽ എള്ളിൻ്റെ ധാന്യങ്ങൾ പോകുന്ന വഴിക്ക് ഇട്ടു. പക്ഷേ ഇത് വിശ്വാസു കണ്ടിട്ടുണ്ടായിരുന്നില്ല. ആ ഗുഹേൻ്റെ ഉള്ളിലെത്തിയപ്പോൾ വിദ്യാപതിൻ്റെ കണ്ണിൽ കെട്ടിയിരുന്ന ആ കെട്ട് വിശ്വാവസു അയച്ചു മാറ്റി. അപ്പോഴാണ് വിദ്യാപതി ആ നീൽമാധവൻ്റെ രൂപം എന്താണെന്ന് കണ്ടത്. അത് ഒരു നീല കല്ലായിരുന്നു, നല്ല തിളങ്ങുന്നൊരു കല്ലായിരുന്നു. വിദ്യാപതി ആ വഴി അറിയാൻ വേണ്ടിയിട്ട് ഇട്ടിട്ടുണ്ടായിരുന്ന ആ എള്ളിൻ്റെ ധാന്യങ്ങളൊക്കെ മുളച്ചു വന്നപ്പോൾ വിദ്യാപതിക്ക് ആ ഗുഹയിലോട്ടുള്ള മാർഗം എങ്ങനെയാണെന്ന് മനസ്സിലായി. വിദ്യാപതി പിന്നെ കൊട്ടാരത്തിലോട്ട് തിരിച്ചു വന്ന് ഇന്ദ്രദ്യുമ്നനോട് കാര്യങ്ങളെല്ലാം പറഞ്ഞു. ഇന്ദ്രദ്യുമ്നൻ തൻ്റെ പരിവാരങ്ങളും കൊണ്ട് ഈ സ്ഥലത്തോട്ട് വരുമ്പോഴത്തേനും ആ സ്ഥലത്ത് നിന്ന് നീൽമാധവ് അപ്രത്യക്ഷമായിരുന്നു. ഇന്ദ്രദ്യുമ്നന് അത് വളരെയധികം സങ്കടമായി. ഇന്ദ്രദ്യുമ്നൻ തിരിച്ച് കൊട്ടാരത്തിലോട്ട് വന്നിട്ട് മഹാവിഷ്ണുവിനെ പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഇന്ദ്രദ്യുമ്നനാണെങ്കിൽ മഹാവിഷ്ണുവിൻ്റെ വലിയൊരു ഭക്തനായിരുന്നു. അങ്ങനെ ഒരിക്കൽ ഇന്ദ്രദ്യുമ്നന് സ്വപ്നത്തിൽ മഹാവിഷ്ണുവിൻ്റെ ദർശനമുണ്ടായി. മഹാവിഷ്ണു പറഞ്ഞു, ആ സ്ഥലത്ത് തന്നെ നീലാചൽ പർവ്വതത്തിൻ്റെ അവിടെ തന്നെ രോഹിണിക്കുണ്ടിൻ്റെ അടുത്ത് തന്നെ നിനക്ക് എന്നെ ദർശിക്കാൻ പറ്റും. ഒരു വലിയൊരു മരത്തടി ആ രോഹിണിക്കുണ്ടിൻ്റെ അടുത്തോട്ട് വരുന്നതായിരിക്കും. അതിന്മേൽ എൻ്റെ ചിഹ്നങ്ങൾ ഉണ്ടായിരിക്കും. ആ മരത്തടി എടുത്തിട്ട് നീ എൻ്റെ രൂപം ഉണ്ടാക്കേണ്ടതാണ്. അതിനുള്ള ആളും സമയമാകുമ്പോൾ എത്തിച്ചേരുന്നതായിരിക്കും എന്ന് പറഞ്ഞു. അങ്ങനെ ഇന്ദ്രദ്യുമ്നൻ തൻ്റെ പരിവാരങ്ങളും കൊണ്ട് ആ സ്ഥലത്തോട്ട് എത്തി. ഈ നീലാചൽ പർവ്വതം എന്ന് പറയുന്നത് ഇപ്പോൾ ഉള്ള ഒഡീസയിലാണ്. അവിടെ തന്നെയാണ് ജഗന്നാഥ് പുരി അമ്പലം ഇപ്പോൾ ഉള്ളത്. അപ്പോൾ രോഹിണിക്കുണ്ടിലെ ഈ മരത്തിൻ്റെ തടി ഒഴുകി വരുന്നത് കണ്ടു. ഇന്ദ്രദ്യുമ്നൻ്റെ സേവകരെല്ലാവരും ഈ മരത്തിൻ്റെ തടി എടുത്ത് ഇവരെല്ലാവരും കൊട്ടാരത്തിലോട്ട് തിരിച്ചു വന്നു. ഇനി ഈ തടി കൊണ്ട് എങ്ങനെ വിഗ്രഹമുണ്ടാക്കും, ഏത് തരത്തിലുള്ള വിഗ്രഹമുണ്ടാക്കും എന്നുള്ള ഒരു വിഷമത്തിലായിരുന്നു രാജാവ്. ആ സമയത്താണ് വിശ്വകർമാവ് വേഷം മാറി ഒരു വയസ്സായ ഒരാളുടെ രൂപത്തിൽ കൊട്ടാരത്തിലോട്ട് വരുന്നത്. എന്നിട്ട് ഈ വയസ്സായ ആൾ രാജാവിനോട് പറഞ്ഞു, ഈ മരത്തടി കൊണ്ട് വിഗ്രഹമുണ്ടാക്കാൻ എന്നെക്കൊണ്ട് പറ്റും. പക്ഷേ ഒരു നിബന്ധന ഉണ്ട്. 15 ദിവസം എടുക്കും എനിക്ക് ഈ വിഗ്രഹം ഉണ്ടാക്കാൻ. ഈ 15 ദിവസവും എന്നെ ആരും ശല്യപ്പെടുത്താൻ പാടില്ല. ഞാൻ ഒരു മുറിൻ്റെ ഉള്ളിൽ ഒറ്റയ്ക്ക് ഇരുന്നിട്ടായിരിക്കും ഈ വിഗ്രഹം ഉണ്ടാക്കുന്നത്. ആ സമയത്ത് എന്നെ ആരും ശല്യപ്പെടുത്താൻ പാടുള്ളതല്ല. അങ്ങനെ വിഗ്രഹം ഉണ്ടാക്കാനുള്ള പണികളെല്ലാം തുടങ്ങി. ഈ മുറിയുടെ പുറത്ത് രാജാവും രാജാവിൻ്റെ പത്നിയും രാജാവിൻ്റെ അനിയനും അനിയൻ്റെ ഭാര്യയായ ലളിതയും പിന്നെ ലളിതൻ്റെ അച്ഛനായ വിശ്വാസും കാത്തിരിക്കുകയായിരുന്നു. ഓരോ നേരത്ത് ഓരോരുത്തർക്കായിരുന്നു അവിടെ കാവൽ നിൽക്കാനുള്ള ഉത്തരവാദിത്വം. ഈ രാജാവിൻ്റെ ഭാര്യയ്ക്കാണെങ്കിൽ നല്ല പേടിയുണ്ടായിരുന്നു. കാരണം ഇത് നല്ല പ്രായമായ ആളാണ്. ഭക്ഷണം ഒന്നും കഴിക്കാണ്ട് ഇതിൻ്റെ ഉള്ളിൽ ഇത്രയും ദിവസമായിട്ട് അടച്ചിരിക്കുകയാണല്ലോ. അയാൾക്ക് എന്തെങ്കിലും പറ്റുമോ, ഈ വിഗ്രഹം ഉണ്ടാക്കൽ ശരിക്കും നടക്കുമോ എന്നുള്ള പേടിയുണ്ടായിരുന്നു രാജാവിൻ്റെ ഭാര്യയ്ക്ക്. അങ്ങനെ 10 ദിവസമായപ്പോൾ അകത്ത് നിന്ന് ഒരു ശബ്ദവും കേൾക്കാണ്ടായി.
ആ സമയത്താണെങ്കിൽ രാജാവിൻ്റെ ഭാര്യയ്ക്കായിരുന്നു അവിടെ കാവൽ നിൽക്കാനുള്ള ഉത്തരവാദിത്വം. അങ്ങനെ രാജാവിൻ്റെ ഭാര്യ എന്താണ് അതിൻ്റെ ഉള്ളിൽ നടക്കുന്നത് എന്നുള്ള ഒരു ജിജ്ഞാസയോട് കൂടിയിട്ട് ആ കതകുകൾ തുറന്നു. കതകൾ തുറന്നപ്പോൾ അവിടെ ആ വയസ്സായ ആൾ ഉണ്ടായിരുന്നില്ല. പകരം പണി തീരാത്ത 3 വിഗ്രഹങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. രാജാവിൻ്റെ ഭാര്യയ്ക്കാണെങ്കിൽ ഭയങ്കര വിഷമായി. പറഞ്ഞ നിബന്ധന തെറ്റിക്കുകയും ചെയ്തു. അതുകൊണ്ട് ഈ പണിയും തീർന്നില്ല വിഗ്രഹങ്ങളുടെ. അങ്ങനെ രാജാവും എല്ലാവരും വിഷമിച്ചിരിക്കുകയായിരുന്നു. അപ്പോഴാണ് വിഷ്ണു ഭഗവാൻ പ്രത്യക്ഷപ്പെട്ടത്. എന്നിട്ട് പറഞ്ഞു, ഈ വിഗ്രഹങ്ങളൊക്കെ പൂർത്തിയായതാണ്, ഇത് അപൂർണമല്ല, പൂർണ്ണമായതാണ്. ഈ കലിയുഗത്തിലെ ഞാൻ ഈ രൂപത്തിലാണ് എല്ലാവർക്കും അനുഗ്രഹം നൽകാൻ പോകുന്നത്. ഇത് കേട്ടപ്പോൾ രാജാവിന് നല്ല സന്തോഷമായി. രാജാവാണെങ്കിൽ ഇനി മുതൽ അങ്ങോട്ട് ജഗന്നാഥനെയും സേവിച്ചുകൊണ്ട് ജീവിക്കാം എന്നുള്ള തീരുമാനമെടുത്തു. അപ്പോൾ രാജാവിൻ്റെ ഭാര്യയ്ക്ക് വിഷമമായിരുന്നു. കാരണം അവർക്ക് ഇതുവരെയായിട്ടൊരു കുട്ടികളുണ്ടായിരുന്നില്ല. ആ വിഷമം മനസ്സിലാക്കിയിട്ട് വിഷ്ണു ഭഗവാൻ പറഞ്ഞു, വർഷത്തിൽ ഒരിക്കൽ ഞാൻ അമ്മയെ ദർശിക്കാൻ വരുന്നതായിരിക്കും. അത് നല്ല ആഘോഷമായിട്ടായിരിക്കും വരുന്നത്. ആ സമയത്ത് ഞാൻ 7 ദിവസവും അമ്മയുടെ കൂടെ ഉണ്ടാവും എന്നുള്ള വരം കൊടുത്തു. രാജാവിൻ്റെ ഭാര്യയ്ക്ക് അത് കേട്ടപ്പോൾ വളരെയധികം സന്തോഷമായി. അങ്ങനെ രാജാവും രാജാവിൻ്റെ ഭാര്യയും ജഗന്നാഥനെ സേവിച്ചുകൊണ്ട് ജീവിച്ചു. ജഗന്നാഥ് ഈ ഇന്ദ്രദ്യുമ്നൻ്റെ ഭാര്യയായ ഗുണ്ടീച്ചയെ കാണാൻ പോകുന്ന യാത്രയാണ് ഇപ്പോൾ രഥയാത്രയായി ആഘോഷിക്കുന്നത്. ഈ യാത്രയ്ക്ക് മുമ്പ് സ്നാനയാത്രയുണ്ട്. ആ സ്നാനയാത്രയിൽ ജഗന്നാഥനെയും ബലഭദ്രനെയും സുഭദ്രനെയും സ്നാനം ചെയ്യിപ്പിക്കുന്ന ഒരു ചടങ്ങാണ്. ആ സ്നാനം കഴിഞ്ഞിട്ടാണ് ജഗന്നാഥന് 15 ദിവസം വയ്യാണ്ടായിട്ട് അമ്പലം അടച്ചിട്ടുള്ളത്. ഈ കഥ ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, മുമ്പത്തെ ഒരു എപ്പിസോഡിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. മാധവദാസിൻ്റെ കർമ്മഫലങ്ങളൊക്കെ ജഗന്നാഥ് ഏറ്റെടുത്ത കാര്യം അത് തന്നെയാണ് ഇവിടെയും വരുന്നത്. അങ്ങനെ 15 ദിവസം കഴിഞ്ഞിട്ടാണ് ഈ രഥയാത്ര തുടങ്ങുന്നത്. ജഗന്നാഥ് സഞ്ചരിക്കുന്ന രഥത്തിൻ്റെ പേരാണ് നന്ദിഘോഷ. അതിന് 16 ചക്രങ്ങളാണ് ഉള്ളത്. ബലഭദ്രൻ്റെ രഥത്തിൻ്റെ പേരാണ് തലധ്വജ. അതിന് 14 ചക്രങ്ങളാണ് ഉള്ളത്. സുഭദ്രയുടെ രഥത്തിൻ്റെ പേരാണ് പത്മധ്വജ. അതിന് 12 ചക്രങ്ങളാണ് ഉള്ളത്. ഇങ്ങനെ 3 പേരും കൂടിയിട്ട് 3 രഥത്തിൻ്റെ മുകളിലാണ് ഗുണ്ടിച്ച അമ്പലം വരെ സഞ്ചരിക്കുന്നത്. ഈ രഥയാത്ര തുടങ്ങുന്നതിന് മുമ്പ് ഇപ്പോഴുള്ള ഒഡീസയിലെ രാജാവ് സ്വർണം കൊണ്ട് കെട്ടിയ ചൂലുകൊണ്ട് രഥയാത്ര പോകുന്ന വഴി കുറച്ച് ഭാഗം അടിച്ചു വാരും. അതൊരു ചടങ്ങാണ്. അതെന്താ കാണിക്കുന്നതെന്ന് വെച്ചാൽ രാജാവ് പോലും ദൈവത്തിൻ്റെ മുമ്പിൽ സേവകരാണ് എന്നാണ് അതിൻ്റെ അർത്ഥം. ഈ ഗുണ്ടിച്ച അമ്പലം ഒരു 3 കിലോമീറ്റർ അകലെയാണ് സ്ഥിതി ചെയ്യുന്നത്. ജഗന്നാഥ്പുരിയിൽ നിന്ന് ഒരു 3 കിലോമീറ്റർ അകലെയാണ് സ്ഥിതി ചെയ്യുന്നത്. ആ അമ്പലത്തിലെ ഗുണ്ടിച്ച ദേവി ജഗന്നാഥിനെയും ബലഭദ്രനെയും സുഭദ്രനെയും മക്കളെ പോലെയാണ് പരിപാലിക്കുന്നത്. അങ്ങനെ 7 ദിവസത്തിന് ശേഷമാണ് അവർ അവിടെ നിന്ന് തിരിക്കുന്നത്. ഇതിൽ വേറെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ജഗന്നാഥ് രഥയാത്ര ചെയ്യുന്നതിനേക്കാൾ മുമ്പ് ലക്ഷ്മി ദേവിയോട് അനുവാദം ചോദിക്കുന്നുണ്ട് ഗുണ്ടിച്ച അമ്പലത്തിലോട്ട് പോകാൻ. അപ്പോൾ ലക്ഷ്മി ദേവിയോട് 2 ദിവസത്തേക്കാണ് ഞാൻ പോയിട്ട് വരാം എന്നാണ് പറയണത്. പക്ഷേ അവിടെ എത്തി കുറച്ച് ദിവസമായിട്ടും ജഗന്നാഥനെ കാണാണ്ടായപ്പോൾ ലക്ഷ്മി ദേവിൻ്റെ രഥത്തിൽ ജഗന്നാഥനെ കാണാൻ ഗുണ്ടിച്ച അമ്പലത്തിലോട്ട് വരും. 5ാമത്തെ ദിവസമാണ് വരുന്നത്. അവിടെ വന്നിട്ട് ലക്ഷ്മി ദേവി ജഗന്നാഥനായിട്ട് വഴക്കുണ്ടാക്കും. 2 ദിവസത്തേക്ക് പറഞ്ഞിട്ട് ഇപ്പം 5 ദിവസമായുള്ളൂ, അങ്ങനെ എന്താ വരാത്തതെന്ന് ചോദിച്ചിട്ട് ലക്ഷ്മി ദേവി അവിടുന്ന് വഴക്കിട്ടിട്ട് തിരിച്ചു ജഗന്നാഥ്പുരിക്ക് വരും. ഈ വരുന്ന വഴിക്ക് അവിടെ നിർത്തിയിട്ടുണ്ടായിരുന്ന ഗുണ്ടിച്ച അമ്പലത്തിൽ നിർത്തിയിട്ടുണ്ടായിരുന്ന ജഗന്നാഥൻ്റെ രഥത്തിൻ്റെ ചക്രവും പൊട്ടിച്ചിട്ടാണ് വരുന്നത്. ഈ ചക്രം പൊട്ടിക്കുന്നത് ലക്ഷ്മി ദേവിൻ്റെ സേവകരായിരിക്കും. അതും നശിപ്പിച്ചിട്ടാണ് ആ ദേശത്തിലാണ് ലക്ഷ്മി ദേവി തിരിച്ച് ജഗന്നാഥ്പുരിയിലോട്ട് വരുന്നത്. പിന്നെ 2 ദിവസം കൊണ്ടാണ് ഈ രഥം വീണ്ടും ശരിയാക്കുന്നത്. അങ്ങനെ 7 ദിവസമാവുമ്പോൾ ജഗന്നാഥ് അവിടെ നിന്ന് ഗുണ്ടിച്ച അമ്പലത്തിൽ നിന്ന് ജഗന്നാഥ്പുരിയിലോട്ട് തിരിക്കും. അങ്ങനെ ഗുണ്ടിച്ച അമ്പലത്തിൽ നിന്ന് ജഗന്നാഥ്പുരിയിലോട്ട് വരുന്ന വഴിക്കാണ് അർദാശിനി അമ്പലമുള്ളത്. അർദാശിനി അമ്പലം എന്ന് പറയുന്നത് അർദാശിനി ദേവിയുടെയാണ്. അത് നമ്മുടെ യശോദ ദേവീൻ്റെ സഹോദരിയുടെ അമ്പലമാണ്. അപ്പോൾ ജഗന്നാഥ് അർദാശിനി അമ്പലത്തിലും കയറി അവിടുത്തെ സ്വീകരണം സ്വീകരിച്ചിട്ടാണ് അവിടുന്ന് തിരിക്കുക. പക്ഷേ ഈ അർദാശിനി അമ്പലത്തിൻ്റെ മുമ്പിൽ ബലഭദ്രൻ്റെയും സുഭദ്രയുടെയും രഥം നിർത്താറില്ല. അവർ നേരെ ജഗന്നാഥ്പുരിയിലോട്ടാണ് തിരിക്കുക. ബലഭദ്രനും സുഭദ്രയും നേരത്തെ തന്നെ ജഗന്നാഥ്പുരിയിലെത്തും. പിന്നാലെയാണ്
ഈ അർദ്ധാശ്രീ ദേവിയുടെ പരിപാലനം സ്വീകരിച്ച് കഴിഞ്ഞിട്ടാണ് ജഗന്നാഥ് തിരിച്ച് ജഗന്നാഥ്പുരിയിലോട്ട് എത്തുന്നത്. അപ്പോൾ എത്തുമ്പോൾ ലക്ഷ്മി ദേവി ആണെങ്കിൽ ഭയങ്കര കോപത്തിലാണല്ലോ ഇരിക്കുന്നത്. ലക്ഷ്മി ദേവി ആണെങ്കിൽ ജഗന്നാഥന് അതിൻ്റെ ഉള്ളിലോട്ട് കടക്കാനുള്ള അനുവാദം കൊടുക്കില്ല. അപ്പോൾ ലക്ഷ്മി ദേവിനെ സമാധാനിപ്പിക്കാൻ വേണ്ടിയിട്ട് ജഗന്നാഥ് ലക്ഷ്മി ദേവിക്ക് വേണ്ടി കുറച്ച് റസഗുല്ലാസ് കൊടുക്കും. ആ റസഗുല്ലാസ് സ്വീകരിച്ചിട്ട് ലക്ഷ്മി ദേവി സന്തോഷവതിയാവും. അങ്ങനെയാണ് രഥയാത്ര അവസാനിക്കുന്നത്. ഈ ജഗന്നാഥ്പുരിയിലെ വേറെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ അവിടുത്തെ പതാക മാറ്റുന്ന ഒരു കാര്യമാണ്. കഴിഞ്ഞ കുറേ വർഷങ്ങളായി 800 വർഷത്തിനു മീതിയായി അവിടുത്തെ പതാക എല്ലാ ദിവസവും മാറ്റേണ്ടതാണ്. ഒരു ദിവസമെങ്കിലും ആ ചടങ്ങ് മുടങ്ങിയിട്ടുണ്ടെങ്കിൽ പിന്നെ 18 വർഷത്തേക്ക് ജഗന്നാഥ്പുരി അമ്പലം അടച്ചിടണം എന്നാണ് അവിടുത്തെ നിയമം. അതുകൊണ്ട് ഇതുവരെയായിട്ടും എത്ര വലിയ മഴ ഉണ്ടായാലും കൊടുങ്കാറ്റുണ്ടായാലും എത്ര മോശം അവസ്ഥയായ പോലും ജഗന്നാഥ്പുരിയിലെ ഈ പതാക മാറ്റൽ ഒരിക്കലും മുടക്കാറില്ല. അതാണെങ്കിൽ 214 അടിയോളം ഉയരമുള്ള വലിയൊരു ഗോപുരത്തിൻ്റെ മുകളിലാണ് ഉള്ളത്. ഇവിടെ ഒരു സുരക്ഷാ മാർഗങ്ങളും ഇല്ലാണ്ടാണ് ഈ പൂജാരി ഇതിൻ്റെ മുകളിൽ കയറി ഈ പതാക മാറ്റുന്നത്. പിന്നെ വേറൊരു അത്ഭുതം എന്താണെന്ന് വെച്ചാൽ ഈ പതാകയും ഈ സുദർശന ചക്രവും നമ്മൾ എവിടെ നിന്ന് നോക്കിയാലും, നമ്മൾ ഏത് ദിശയിൽ നിന്ന് നോക്കിയാലും നമ്മുടെ നേരെ ആയിട്ടാണ് നമുക്ക് തോന്നുക. പിന്നെ ഈ ഗോപുരത്തിൻ്റെ ഒരു നിഴലും നിലത്ത് പതിക്കുന്നതല്ല. നമുക്ക് നിലത്ത് ഈ ഗോപുരത്തിൻ്റെ ഒരു നിഴലും കാണാൻ പറ്റില്ല. ഈ സുദർശന ചക്രത്തിന് നീലചക്ര എന്നും പറയുന്നതാണ്. പിന്നെ ഈ പതാക കാറ്റ് ഏത് ദിശയ്ക്കാണോ വീശുന്നത് അതിൻ്റെ നേരെ വിപരീത ദിശയിലോട്ടായിരിക്കും ഈ പതാക പറക്കുന്നുണ്ടാവുക. അതിൻ്റെ പിന്നിലും ഒരു കഥയുണ്ട്, അത് ഞാൻ പിന്നെ ഒരിക്കൽ പറയാം. ഈ വർഷത്തെ രഥയാത്ര ജൂൺ 27 മുതൽ ജൂലൈ 5 വരെയായിരുന്നു. എന്ന് വെച്ചാൽ നാളത്തോടു കൂടി അത് അവസാനിക്കുന്നതാണ്. അപ്പോൾ ഇനി അടുത്ത പ്രാവശ്യം കാണുന്നവരെ രാധേ കൃഷ്ണ.